ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു ചെറിയ ചക്ക കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കണ്ടിച്ചിട്ട് ഞാനത് മുള്ളി എത്തിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയൊരു തോരൻ വയ്ക്കാം. ഇതാണ് അതിൻ്റെ പുറത്തെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് അധികം ചുളയില്ലാത്ത ചക്കയാണ്. 2-3 ചുള കിട്ടിയിട്ടുണ്ട്. ഇത്രയും വലുപ്പമുണ്ട്. ചെറിയ വിളഞ്ഞ ചക്കയാണ്. എന്നാലും അതിൻ്റെ തോടെടുത്തിട്ട് തോരൻ വയ്ക്കാം. ഇച്ചിരി കയ്യിൽ എണ്ണയൊക്കെ തേച്ചിട്ട് അതിൻ്റെ തൊലി കളയണമെങ്കിൽ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് കറിയാൻ അതൊരു പേപ്പറോ ചകിരിയോ ഇട്ടോ ഇങ്ങനെ പിടിച്ചാൽ മതി. അതിന് പോരാൻ പറ്റും. നമ്മുടെ കയ്യിൽ നല്ലപോലെ എണ്ണ തേച്ചിട്ട് അത് കട്ട് ചെയ്യണം. കറ പിടിക്കത്തില്ല കയ്യിൽ. അതിൻ്റെ തൊലിയെല്ലാം ഞാൻ കളഞ്ഞിട്ടേക്കുവാണ്. നമുക്കിതിനെ പിച്ചാത്തിയെല്ലാം കറയാം. ഇത് മെനക്കെട്ട പണി കളയാൻ. ചൂടാക്കിയിട്ട് അതിലോട്ട് പിടിച്ചിട്ട് പേപ്പറിട്ട് പിടിക്കാം നമുക്ക്. പിന്നെ നമുക്കിതിനെ ഒന്ന് ആവി കയറ്റിയെടുക്കാവേ. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കും. ആവി കയറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുത്തി അരിയാൻ ഇച്ചിരി പാടാം. അതുകൊണ്ടൊന്ന് ആവി കയറ്റിയെടുത്തിട്ട് അത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ മതി. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒരു പേപ്പറോ ഈ തേങ്ങയുടെ ചകിരി ഇട്ടൊന്ന് പിടിച്ചാൽ മതി. അത് പെട്ടെന്ന് നോക്കും. ഒരു പേപ്പർ ഇട്ട് പിടിക്കാം നമുക്ക്. ക്യാമറ സൈറ്റ് പിടിക്കാൻ പറ്റുന്ന ദിവസമുണ്ട്. നോക്കി കറവയെ ഉണ്ടോ? എളുപ്പം കറവ് കണ്ട പെട്ടെന്ന് കളയാം. നമുക്ക് കത്തിയിലൊക്കെ കറ വിട്ടിട്ട് വെള്ളം ഒഴിച്ച് തട്ടി വെച്ചിട്ട് നമുക്ക് ഈ ചക്ക അങ്ങോട്ട് വാരി വയ്ക്കാം. ഇതങ്ങോട്ട് വാരി ഇട്ടിട്ട് നമുക്കൊരാവി പിടിക്കാവേ. ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മതി. ആവി കയറി തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി. കൊത്തിയരിഞ്ഞ് കഴിഞ്ഞാൽ സമയം എടുക്കും. അതുകൊണ്ടാണ് മിക്സിയിലിട്ട് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ നമുക്ക്. നമ്മൾ ചക്കത്തോട് ബന്ധം നോക്കാവേ. കണ്ടോ, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. വായിക്ക് കണ്ടോ, മുറിയുന്നുണ്ടോ? നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നെടുത്ത് തണുപ്പിക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിക്കാം. അടി അടിച്ചാൽ മതി. കൊത്തിപ്പൊടിച്ചെടുക്കാൻ സമയം എടുക്കും. അത് നല്ല കറയായണ്ട് പെട്ടെന്ന് ഇതാകത്തില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് അടി അടിച്ചാൽ മതി. ഇനി ഇത് തണുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് തോരൻ വയ്ക്കാം നമുക്ക്. നല്ലതാണ്. ഈ തോടൊന്നും കളയരുത്. ഒത്തിരി പഴുക്കാത്ത തോടെടുത്ത് കഴിഞ്ഞാൽ തോരൻ വയ്ക്കാൻ നല്ല നല്ല ഗുണമുള്ളതാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. ഞാനൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കും. കണ്ടോ, ഇതിൻ്റെ കളറ് മങ്ങി വാടിയപ്പോഴത്തേന് അതിൻ്റെ കളറ് വേറെ കളറായില്ലേ. നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ചതച്ചെടുക്കാം. ഇതുപോലെ ചതയ്ക്കും. ചട്ടി വെച്ച് കടുക് പൊട്ടിക്കാം. എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കും. അരച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ച് ചക്ക ഇട്ട് കൊടുക്കും. ഇത് ആവി കയറ്റിയെടുക്കാണ്ട് അധികം വേവിക്കേണ്ട. നമുക്ക് ചൂടായി എടുക്കാം. നമ്മുടെ ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. വെറുതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം.
ട്രൈ ചെയ്ത് നോക്കുക.